വി കുഞ്ഞികൃഷ്ണന് പരോക്ഷ പിന്തുണയുമായി പയ്യന്നൂരിലെ കാരയിൽ ഫ്ലക്സ് ബോർഡ്. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്നാണ് ബോർഡിൽ പറയുന്നത്. കാരയിലെ സഖാക്കൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. എംഎൽഎയുടെ വികസന ജാഥയുടെ പര്യടനം തുടങ്ങാനിരിക്കെയാണ് ഫ്ലക്സ് ബോർഡ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷൻ, വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകമൊക്കെ ഇറങ്ങിയതിന് പിന്നാലെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ചർച്ചകളിലേക്ക് CPM കടക്കുന്നു. ഒപ്പം തന്നെ ജാഥയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമാകുന്ന സമയത്താണ് അങ്ങിങ്ങായി ഇത്തരം ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എത്രമാത്രം തലവേദന ഉണ്ടാക്കുന്നു CPM ഈ ബോർഡുകൾ? ജിൽസി, ഇത് കാര എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിച്ച് വിജയിച്ച മേഖലയാണ് കാര. അവിടെയാണ് ഇപ്പോൾ കാരയിലെ സഖാക്കൾ എന്ന പേരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അടിമകൾക്കും അതുപോലെ കള്ളന്മാർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് ഈ പോസ്റ്ററിന്റെ അകത്ത് പറയുന്ന കാര്യം. ഇത് അവരുടെ ഫേസ്ബുക്ക് പേജിനകത്തും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവർ വി കുഞ്ഞികൃഷ്ണന് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജിനകത്തും കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് തന്നെയുള്ള പോസ്റ്റുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കൊരു പ്രത്യേകത എടുത്തു കാണിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടി.ഐ. മധുസൂദന്റെ വികസന മുന്നേറ്റ ജാഥ 13-ാം തീയതി അവിടെ നടക്കാനിരിക്കുകയാണ്. 13, 14, 15, 16 4 ദിവസങ്ങളിലായിട്ടാണ് വികസന മുന്നേറ്റ ജാഥ പയ്യന്നൂർ മണ്ഡലത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാഹചര്യം നമുക്ക് പരിഗണിക്കണം. എംഎൽഎയുടെ വികസന മുന്നേറ്റ ജാഥ തുടങ്ങാനിരിക്കെ ആ ജാഥ കരയിലേക്ക് വരണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എഴുതിയതാകാം ഇത് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടി.ഐ. മധുസൂദനെതിരെയുള്ള നീക്കങ്ങൾ അത് വി കുഞ്ഞികൃഷ്ണനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം അത് CPMന് വലിയ തരത്തിൽ ഭീതിയാകുന്നു അല്ലെങ്കിൽ ഭീഷണിയാകുന്നു എന്നുള്ള സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കാര നേരത്തെ തന്നെ CPMന് തലവേദനയുണ്ടാക്കിയിരുന്ന വിഭാഗീയത നിലനിന്നിരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കാരയിലെ സഖാക്കൾ എന്ന പേരിൽ പ്രചരിക്കുന്നത് കാരയിലുള്ള പഴയകാല CPM പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ തന്നെയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടി.ഐ. മധുസൂദനെതിരെയുള്ള നീക്കം ശക്തമാകുന്നു പയ്യന്നൂരിൽ എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ പോസ്റ്ററിൽ കൂടി പുറത്തു വരുന്നത്. ജിൽസി.